കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39 അധ്യായം 1 വാക്യം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഭക്തനായിരിക്കുന്ന ദാവീദ് ദൈവസന്നിധിയിൽ എടുക്കുന്ന ശ്രേഷ്ഠകരമായ ഒരു തീരുമാനമാണ് ഈ വാചകത്തിൻ്റെ അകത്ത് നമുക്ക് ദർശിപ്പാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സിലും ഉണർത്തി അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും കോപത്തെ ജ്വലിപ്പിച്ച് ശിക്ഷകൾ നേടുവാനും നമ്മുടെ നാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയും. അശ്ലീലങ്ങളും അസഭ്യങ്ങളും പറയാത്തതുകൊണ്ട് തങ്ങൾ നാവ് കൊണ്ട് പാപം ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർ അനേകരാണ്. ഏഷണിയും ദൂഷണവും പറയാത്തതുകൊണ്ട് നാവ് കൊണ്ട് പാപം ചെയ്യുന്നവരല്ല എന്ന് മറ്റുള്ള കൂട്ടർ വിശ്വസിക്കുന്നു. നാം അസഭ്യങ്ങൾ പറയുന്നവരല്ല എങ്കിലും ഏഷണിക്കാർ അല്ല എങ്കിലും നമ്മുടെ വാക്കുകൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണ് എങ്കിൽ, ഹൃദയത്തിൽ മുറിപ്പാടുകൾ സൃഷ്ടിക്കുന്നതാണ് എങ്കിൽ ദൈവത്തിന് അതൊരിക്കലും പ്രസാദകരമായിരിക്കയില്ല എന്ന് ഓർപ്പിക്കുന്നു. ക്ഷിപ്രകോപം കൊണ്ട് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവരുടെ നയനങ്ങൾ നിറയ്ക്കുമെന്നോർക്കാതെ സംസാരിക്കുന്ന ആത്മികരും അത് വിരളമല്ല. അല്പം കഴിഞ്ഞ് കോപം ശമിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചു പോയത് എന്ന് പറഞ്ഞ് തടി തപ്പുവാൻ ഇക്കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. സാത്താനെ പഴിചാരി ഇപ്രകാരം രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നവരെ ദൈവത്തിന് സഹായിപ്പാൻ കഴിയത്തില്ല എന്ന കാര്യം ഓർക്കുക. വിശുദ്ധ തിരുവചനത്തിൽ നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന പാപം എന്താണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ അവിടുന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: നാവ് ഒരു തീ തന്നെ, അതൊരു കാട് മുഴുവനും കത്തിക്കുന്നു. കുതിരയെ കടിഞ്ഞാനിട്ട് മനുഷ്യൻ സൂക്ഷിപ്പാൻ കഴിയും, പക്ഷേ ഒരു നാവിനെ കടിഞ്ഞാനിടുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയും. അതുകൊണ്ട് സഭാപ്രസംഗികളുടെ പുസ്തകം 10 അധ്യായം അതിൻ്റെ 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ജ്ഞാനിയുടെ വായിലെ വാക്കുകൾ ലാവണ്യമുള്ളത്, മൂഢൻ്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. അവൻ്റെ വായിലെ വാക്കുകളുടെ ആരംഭം പോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ. പോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു. സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അവൻ്റെ ശേഷം ഉണ്ടാവാനുള്ളത് ആര് എന്ന് അവനെ അറിയിക്കും എന്ന് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ മാന്യ സഹോദരന്മാരെ, ദൈവമക്കളെ, നിന്റെ ക്ഷമയെ നശിപ്പിച്ച് കോപത്തെ ജ്വലിപ്പിക്കുന്ന ദുർബല നിമിഷങ്ങൾ, ദൈവത്തെയും മനുഷ്യനെയും മറന്നുള്ള സകാലവർഷങ്ങൾ നിന്റെ നാവിനെ നിന്നുയരാതെ സ്തോത്രത്തോടും സ്തുതിയോടും ഉയർത്തുവാൻ നമുക്ക് കഴിയുമോ? നിന്റെ നാവ് നിനക്ക് തന്നിരിക്കുന്ന തുണയെ വെട്ടി മുറിവേൽപ്പിക്കുന്ന വാളാണോ ഉപയോഗിക്കുന്നത്? നിന്റെ ശുശ്രൂഷയിൽ കൂട്ടുവിശ്വാസികളെയും കൂട്ടുവേലക്കാരെയും കുത്തി മുറിവേൽപ്പിക്കാൻ അത് ഉപയോഗിക്കാറുണ്ടോ? എങ്കിൽ നാവ് കൊണ്ട് പാപം ചെയ്യുന്നതിനേക്കായും നിന്റെ വാക്കുകൾ കൃപയോടുകൂടിയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഈ പ്രഭാതം ദൈവം നമുക്ക് അങ്ങനെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിൽ ഭാഗ്യം മറ്റൊന്നുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറനാഥ.